കഴിഞ്ഞ ദിവസം നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് തുടങ്ങി. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളെ സ്റ്റെപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾ ആദ്യം ഡാറ്റ കളക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഓർഗനൈസിങ് ഡാറ്റ. ഡാറ്റ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാം. അതില് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ, പിക്ടോഗ്രാഫ്, ബാർ ഗ്രാഫ് ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഡാറ്റ ഹാൻഡിൽ നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷനും അനാലിസിസ് ഒന്നും വരുന്നില്ല. അനാലിസിസ് വരുന്നുണ്ട്, ബാർ ഗ്രാഫിൽ അനാലിസിസ് വരുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷനും വരുന്നുണ്ട്. എന്നാലും മെയിൻ ആയിട്ട് നമുക്ക് ഓർഗനൈസിങ് ഡാറ്റ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാൻ. നിങ്ങൾ ഇത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. 5th സ്റ്റാൻഡേർഡില് ടാലി മാർക്സ് വെച്ചിട്ട് ടേബിൾ ഉണ്ടാക്കാൻ, ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ടാലി മാർക്ക് വെച്ചിട്ട് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ആതിര പഠിച്ചിട്ടില്ല. വസുദേവ്, ഷാനിഫ്, ഹലീമ, ആരോമൽ, അഫ്രാസ് ഇവരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാനാ പഠിപ്പിച്ചവരെ. ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. ഇല്ല. ജസ്റ്റ് പേജ് നമ്പർ 185 ഒരു ടേബിൾ കാണുന്നുണ്ടോ? നമ്പർ ഓഫ് ചിൽഡ്രൻ. എന്തോ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് അത് എന്താന്ന് പറഞ്ഞുതരാം. ഫ്രീക്വൻസി ടേബിൾ, അതായത് നമ്മളിപ്പോ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഒരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട്. മീൻസ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒബ്സർവേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സോൾവ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ 1, പേജ് നമ്പർ 185. The following data gives the number of children in 20 families. നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞു എന്നറിയോ? നിങ്ങളുടെ വാർഡില് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു 20 ഫാമിലീസിലുള്ള കുട്ടികളുടെ എണ്ണം, ഓരോ ഫാമിലീസിലുള്ള കുട്ടികളുടെ എണ്ണം കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ബുക്കും പെന്നും എടുത്തിട്ട് ഓരോ വീട്ടിലും പോയിട്ട് അന്വേഷിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വീട്ടിലെ കുട്ടികളുടെ എണ്ണം ഒക്കെ എഴുതി വെക്കും. പഠിച്ചിട്ടുണ്ടാവും. ആദ്ര എനിക്ക് തോന്നുന്നു ആദ്ര മാത്രമേ പഠിക്കാതുള്ളൂ എന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ വീട്ടിൽ പോയി, അവിടെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വീട്ടിൽ ഒരു കുട്ടി, മൂന്നാമത്തെ വീട്ടിൽ 2 കുട്ടികൾ, നാലാമത്തെ വീട്ടിൽ 3 കുട്ടികൾ, അഞ്ചാമത്തെ വീട്ടിൽ 2 കുട്ടികൾ. അങ്ങനെ ഓരോ വീട്ടിലുള്ള കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 20 വീടുകളിലുള്ള കുട്ടികളുടെ എണ്ണം. ഓക്കെ, 1 1 2 3 2 3 4 5 1 5 4 1 2 4 2 2 1 3 3 2. 20 വീടുകളിലുള്ള കുട്ടികളുടെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യും? ആദ്യം നമ്മളൊരു ടേബിൾ വരയ്ക്കും. ആദ്യം നമ്മളൊരു ടേബിൾ വരയ്ക്കും.
അതിന് 3 കോളം വേണം. നമ്പർ ഓഫ് ചിൽഡ്രൻ, ടാലി മാർക്ക്, ഫ്രീക്വൻസി. ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ, ആദ്യത്തെ കോളത്തില് നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ. രണ്ടാമത്തെ കോളത്തില് ടാലി മാർക്ക്. മൂന്നാമത്തെ കോളത്തില് ഫ്രീക്വൻസി, നമ്പർ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഓർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇന്നലെ പറഞ്ഞു തന്നെ. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്? ഒരു ഒബ്സർവേഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നതിനെയാണ് ഫ്രീക്വൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയേ. ഒരു കുട്ടിയുള്ള വീടുണ്ട്, 2 കുട്ടികളുടെ വീടുണ്ട്, 3 കുട്ടികളുടെ വീടുണ്ട്, 4 കുട്ടികളുള്ള വീടുണ്ട്, 5 കുട്ടികളുടെ വീടുണ്ട്, 6 കുട്ടികളുള്ള വീടുണ്ടോ? ഇല്ല. ഒരു കുട്ടിയുള്ള കുറേ വീടുകളുണ്ട് അല്ലെ? ഒരു കുട്ടിയുള്ള കുറേ വീടുകളുണ്ട്. അതുപോലെ 2 കുട്ടികളുള്ള കുറേ വീടുകളുണ്ട്, 3 കുട്ടികളുള്ള കുറേ വീടുകളുണ്ട്, 4 കുട്ടികളുള്ള കുറേ വീടുകളുണ്ട്, 5 കുട്ടികളുള്ള കുറേ വീടുകളും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ചിൽഡ്രൻ 1 വരുന്ന എത്ര വീടുകളുണ്ട് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ 1 വരുന്ന വീടുകളുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ 2 വരുന്ന വീടുകളുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ 3 വരുന്ന വീടുകളുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ 4 വരുന്ന വീടുകളുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ 5 വരുന്ന വീടുകളുണ്ട്. നമുക്ക് ടാലി മാർക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഒന്ന് നോക്കിയേ. 1 1 2 3 2 3 അങ്ങനെ പോവല്ലേ? അതില് ആദ്യത്തെ ഒബ്സർവേഷൻ 1. ആദ്യത്തെ ഒബ്സർവേഷൻ 1 ആവുമ്പോ നമ്പർ ഓഫ് ചിൽഡ്രൻ 1 ഉള്ളതിന് നേരെ ടാലി മാർക്കിൽ ഒരു വര വരയ്ക്കാം. ടാലി മാർക്കിൽ ഒരു വര വരയ്ക്കാം. രണ്ടാമത് ഒരു കുട്ടിയുള്ള വീടാണ് അല്ലെ? അപ്പൊ ആ ഒരു കുട്ടി, നമ്പർ ഓഫ് ചിൽഡ്രൻ 1 ഉള്ളതിൽ ടാലി മാർക്കിൽ ഒരു വര കൂടി വരയ്ക്കാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒബ്സർവേഷൻ 2 ചിൽഡ്രൻ. മൂന്നാമത്തെ ഒബ്സർവേഷൻ 2 ചിൽഡ്രൻ. 2 ചിൽഡ്രൻ എന്നുള്ളതിന്, നമ്പർ ഓഫ് ചിൽഡ്രൻ 2 എന്നുള്ളതിന് നേരെ ടാലി മാർക്കിൽ ഒരു വര വരയ്ക്കാം. ദെൻ നാലാമത്തെ ഒബ്സർവേഷൻ 3. നമ്പർ ഓഫ് ചിൽഡ്രൻ 3 എന്നുള്ളതിന് നേരെ ടാലി മാർക്കിൽ ഒരു വര വരയ്ക്കാം. ദെൻ അഞ്ചാമത്തെ ഒബ്സർവേഷൻ 2. 2 എന്നുള്ളതിന് നേരെ ടാലി മാർക്ക് 1 കൊടുക്കുക. ദെൻ 3. 3യിൽ 1 കൊടുക്കുക. ദെൻ 4ൽ 1 കൊടുക്കുക. 5ന് നേരെ ടാലി മാർക്ക് 1 കൊടുക്കുക. ദെൻ അഗെയിൻ 1ന് നേരെ ടാലി മാർക്ക് 1 കൊടുക്കുക. ദെൻ 5ന് നേരെ ടാലി മാർക്ക് 1 കൊടുക്കുക. ദെൻ 4ന് നേരെ 1 കൊടുക്കുക.
then again 1. ടാലി മാർക്ക് 1ന് നേരെ 4 എണ്ണമായി. then 2. 2ന് നേരെ ഒരു ടാലി മാർക്ക്. then 4. 4ന് നേരെ 1. then 2. 2ല് 4 എണ്ണമായി. അടുത്തത് again 2. again 2 വരുന്ന സമയത്ത് അഞ്ചാമത്തെ ടാലി മാർക്ക് നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, again 1. 1ൽ അഞ്ചാമത്തെ ടാലി മാർക്ക് ക്രോസ് ആയിട്ട് കൊടുക്കുക. again 3. 3ൽ ഒരു ടാലി മാർക്ക്. then again 3. പിന്നെ വരുന്നത് 2. അപ്പൊ ആറാമത്തെ ടാലി മാർക്ക് ആദ്യ ഒരു ലൈൻ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലും ടാലി മാർക്ക് എത്ര ലൈൻസ് വരുന്നുണ്ടോ എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി ആയിട്ട് എഴുതാം. ഒരു കുട്ടി മാത്രമുള്ള എത്ര വീടുണ്ടാവും? 1 2 3 4 5. ടോട്ടൽ ടാലി മാർക്സിന്റെ എണ്ണമാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എഴുതുന്നത്. 2 കുട്ടികളുള്ള വീടോ 5 + 1 6. 3 കുട്ടികളുള്ള വീട് എത്ര ടാലി മാർക്ക് ഉണ്ട് ഇവിടെ? 4. 4 കുട്ടികളുള്ള വീട് 3. 5 കുട്ടികളുള്ള വീട് 2. അപ്പൊ ഇതാണ് ഫ്രീക്വൻസി. അതായത് 1 എന്നുള്ള ഒബ്സർവേഷൻ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 എന്നുള്ള ഒബ്സർവേഷൻ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3 എന്നുള്ള ഒബ്സർവേഷൻ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4 എന്നുള്ള ഒബ്സർവേഷൻ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 5 എന്നുള്ള ഒബ്സർവേഷൻ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കിയേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഫ്രീക്വൻസി എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും നോക്കിയേ. 5 + 6 11. 11 + 4 15. 15 + 3 18. 18 + 2 20. നമ്മൾ ടോട്ടൽ 20 ഹൗസിലല്ലേ വിസിറ്റ് ചെയ്തേ. 20 വീട്ടിലെ കണക്കല്ലേ നമ്മൾ കളക്ട് ചെയ്തേ. ടോട്ടൽ 20. എന്തോ ടാലി മാർക്ക്? ടാലി മാർക്കിന്റെ ഉപകാരം നമുക്ക് ടേബിൾ ഉണ്ടാക്കിയാൽ നമുക്ക് കറക്റ്റ് ഇത് നിങ്ങൾ ആദ്യം എഴുതി വെച്ചത് നോക്കിയേ. ഒരു ഓർഡർ ഇല്ലാതെ എഴുതി വെച്ചിരിക്കുന്നതാണോ? കളക്ട് ചെയ്ത് നിൽക്കുന്ന റോ ഡാറ്റ. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ 20 ഫാമിലീസ്, അത് റോ ഡാറ്റയാണ്. നമ്മൾ കളക്ട് ചെയ്ത ഓർഡറിൽ തന്നെ അങ്ങനെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതിന് അറേഞ്ച് ചെയ്തിട്ടില്ല. അതിന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത്, ടാലി മാർക്സ് വെച്ച് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരു കുട്ടിയുള്ള വീട് 5 എണ്ണം ഉണ്ട്. ഈ ടേബിൾ നോക്കിയ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ആ റോ ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഒരു കുട്ടിയുള്ള വീട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവോ? ഇല്ല. ഈ ടേബിളിൽ നോക്കിയാല് പെട്ടെന്ന് ചോദിക്കുന്നു 4 കുട്ടികളിലുള്ള എത്ര വീടുണ്ട്, പെട്ടെന്ന് ഈ ടേബിളിൽ നോക്കിയാൽ 3 എന്ന് പറയാൻ പറ്റും. അതുപോലെ 2 കുട്ടികളിലുള്ള എത്ര വീടുണ്ട്? 6 വീടുകളുണ്ട്. എന്നാൽ ആ ഡാറ്റ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവൂ? ഇല്ല. അപ്പോ നമുക്ക് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതായത് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്തത്. ഓർഗനൈസ് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ടാലി മാർക്ക്. ഓക്കെ, അപ്പോ ഈ ടേബിളിന് പറയുന്ന പേരാണ്, ഇങ്ങനെ നമ്മൾ ടാലി മാർക്ക് വെച്ചിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടേബിളിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ.
frequency distribution table. Okay, എന്താ പറയുന്നത്? പഠിച്ചിട്ടുണ്ടോ? Okay, frequency distribution table. അപ്പൊ എന്താ frequency distribution table? പേജ് നമ്പർ 184 ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ്. A tabular arrangement of the numerical data showing the frequency of each observation is called a frequency distribution. And the table itself is called the frequency distribution table. നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂമറിക്കൽ ഡാറ്റയുടെ ടാബുലർ അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെയുള്ള ടാബുലർ അറേഞ്ച്മെന്റ്? ഈച്ച് ഒബ്സർവേഷന്റെ ഫ്രീക്വൻസി ഷോ ചെയ്യുന്ന, ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാബുലർ അറേഞ്ച്മെന്റ് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. A tabular arrangement of the numerical data showing the frequency of each observation is called a frequency distribution, and the table itself is called the frequency distribution table. ഇനി ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാനുള്ള സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ്, obtain the given raw data. raw data പ്രോസസ് ചെയ്യാത്ത ഡാറ്റ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം, ആ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. Then second step, draw 3 columns. The first column for observation, the second column for tally marks, and the third column for the total of tally marks representing corresponding frequency to each observation. 3 കോളം ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതില് ഫസ്റ്റ് കോളത്തില് ഒബ്സർവേഷൻ, സെക്കൻഡ് കോളത്തില് ടാലി മാർക്ക്, തേർഡ് കോളത്തില് ടോട്ടൽ ഓഫ് ടാലി മാർക്ക് ഓർ ഫ്രീക്വൻസി. Total of tally marks or frequency. Then frequency is the number of times a particular observation occurs. ഒരു ഒബ്സർവേഷൻ എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത്. Okay, then third step, for each observation given in the raw data, put a bar opposite to it in the second column. ഓരോ ഒബ്സർവേഷനും ആ തന്നിരിക്കുന്ന റോ ഡാറ്റയിൽ ഏതൊക്കെ ഒബ്സർവേഷൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കാം. ആ ഒബ്സർവേഷൻസ് ഒക്കെ ഫസ്റ്റ് കോളത്തിൽ എഴുതാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയതില് 1 to 5 നമ്പേഴ്സ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ചിൽഡ്രൻ 1 to 5 എന്ന് എഴുതിയത്. ഇനി എന്ത് ചെയ്യണം? റോ ഡാറ്റയിലെ ഓരോ ഒബ്സർവേഷനും നോക്കുക. ആദ്യത്തെ ഒബ്സർവേഷൻ 1. ആ 1ന് നേരെ ടാലി മാർക്ക് എന്നുള്ള സെക്കൻഡ് കോളത്തില് ഒരു ചെറിയൊരു ലൈൻ ഇടാം. For each observation given in the raw data, put a bar opposite to it in the second column. അതിന് തൊട്ടടുത്ത സെക്കൻഡ് കോളത്തിൽ ടാലി മാർക്ക് ഒരു ബാർ വരയ്ക്കാം. Record these tally marks in bunches of 5 with the 5th one crossing the other 4 diagonally. ടാലി മാർക്സ് 5 എണ്ണം വരുന്ന സമയത്ത് നാലാമത്തേത് കഴിഞ്ഞ് അഞ്ചാമത്തേത് ആ 4 എണ്ണത്തിന്റെ ഡയഗണൽ ആയിട്ട് വരയ്ക്കാം. അതായത് 5 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ടാലി മാർക്ക് വരയ്ക്കുന്നത്. പെട്ടെന്ന് കൗണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. 4 ടാലി മാർക്ക് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടാലി മാർക്ക് ക്രോസ് കൊടുക്കാം. ആറാമത്തത് പിന്നെയും പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ കൊടുക്കാം, വെർട്ടിക്കൽ ആയിട്ട് തന്നെ വരയ്ക്കാം. Then fourth one, count the number of tally marks for each observation and write in the third column of frequency. Third കോളത്തിൽ എല്ലാ ഒബ്സർവേഷൻസും
ടാലി മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ടാലി മാർക്സ്, ഓരോ കോളത്തിലെയും ഓരോ റോയിലെയും ടാലി മാർക്കിന്റെ ടോട്ടൽ തേർഡ് കോളത്തിൽ എഴുതാം, ഫ്രീക്വൻസി കോളത്തിൽ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത്. എക്സാമ്പിൾ മനസ്സിലായല്ലോ? എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് മനസ്സിലായല്ലോ? ടാലി മാർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ തരട്ടെ. പേജ് നമ്പർ 187. പേജ് നമ്പർ 187. Second question. The ages in years of 25 students of class 6 were recorded as follows. Arrange the data in a tabular form using tally mark. Page number 187, exercise 9A, second question. ഒന്ന് ചെയ്ത് നോക്കിയേ ഇതേപോലെ. അതിലെ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളതിന് പകരം ഏജ് ഓഫ് സ്റ്റുഡന്റ് എന്നാണ് വരാം. ടേബിൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഫോം കൊടുക്കാം, നിങ്ങൾ അതിൽ എഴുതിയാൽ മാത്രം മതി. ഏജ് ഓഫ് സ്റ്റുഡൻസ്, ഏജ് ഓഫ് നോട്ടിൽ എഴുതിയാൽ മതി. ഏജ് ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? Question page number 187, exercise 9A, question number 2. The ages of 25 students of class 6 were recorded as follows. 25 students in the age കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് തേർഡ് കോളത്തില് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. That is frequency. ഏതൊക്കെ ഏജ് വരുന്നേ? കൊടുത്തിരിക്കുന്ന ഏജ് ഏതൊക്കെയാ? 10, 11, 12, 13, 14. 10 to 14 ആണ് ഏജ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് 10, സെക്കൻഡ് 11, third 12, 13, 14. ഏജ് ഓഫ് സ്റ്റുഡൻസ് ഇത്രയൊക്കെയാണ്. ഇനി ടാലി മാർക്ക് കൊടുക്കുക. ഫ്രീക്വൻസി കണ്ടുപിടിക്കാം.
ഒന്ന് ചെയ്ത് നോക്കിയേ പെട്ടെന്ന്. ഫസ്റ്റ് ഒബ്സർവേഷൻ 10, ടാലി മാർക്ക് 1 കൊടുക്കാം. സെക്കൻഡ് ഒബ്സർവേഷൻ 11, ടാലി മാർക്കിൽ 1. തേർഡ് 11, ഫോർത്ത് 11, നെക്സ്റ്റ് 10, പിന്നെ അഗെയിൻ 11, പിന്നെ 10, പിന്നെ 12, പിന്നെയും 12, പിന്നെ 11 ക്രോസ് കൊടുത്തു, പിന്നെ 11, പിന്നെ 10, പിന്നെ 13, നെക്സ്റ്റ് 10, 11, 11, 11, 11, 12, 10, 10, 14, 12, 11, 10. ഇത്രയല്ലേ വരുന്നേ? ഏജ് 10 വരുന്ന 5 + 3 8 സ്റ്റുഡൻസ്. സോറി കേട്ടോ. ഏജ് 11 വരുന്നത് 5 + 5 + 1 11 സ്റ്റുഡൻസ്. ഏജ് 12 വരുന്നത് 4 സ്റ്റുഡൻസ്. Then age 13 വരുന്ന 1 സ്റ്റുഡന്റ്. ഏജ് 14 വരുന്ന 1 സ്റ്റുഡന്റ്. ടോട്ടൽ 8 + 11 19, 19 + 4 23, 23 + 1 24 + 1 25. തന്നെയാണോ കിട്ടിയേ? ഇങ്ങനെ തന്നെയാണോ കിട്ടിയേ? തെറ്റിപ്പോയിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹോംവർക്ക് തരാൻ നിങ്ങൾ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്ക് കേട്ടോ. എക്സാമ്പിൾ 2 മാർക്ക് ചെയ്ത് വെച്ചോ. എക്സാമ്പിൾ 2 ഹോംവർക്ക് വേണ്ട. എക്സാമ്പിൾ 2 പേജ് നമ്പർ 185, എക്സാമ്പിൾ 3 പേജ് നമ്പർ 186. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.